എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് എന്നെ ചോദ്യം ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ മാരക ലഹരിയായിട്ടുള്ള MDMA അടിച്ചു, MDMA ക്യാരിയറാണ്, MDMA കുട്ടികൾക്ക് കൊടുത്തു, MDMA തിന്നാൻ കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള പല ആരോപണങ്ങളുടെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ തൂഫാൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമയം ഇങ്ങനെ തീവ്രമായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരുടെ മേലിലും എന്ത് ആരോപണവും നടത്താം. അതിൻ്റെ മേലിൽ ഒരു ആരോപണം കിട്ടിയാൽ മതി, അത് മീഡിയയ്ക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതിൻ്റെ പുറത്ത് ഞാനിന്നൊരു വിക്ടിമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും സുരക്ഷ ഉറപ്പ് നൽകിയ സാഹചര്യത്തിൽ ഞാൻ ഇരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര വലിയൊരു അഭിമാനമുണ്ട്. കാരണം ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ ഹോം മിനിസ്റ്റർ, അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി, ഇവരെയൊക്കെ ഞാൻ കാണുകയുണ്ടായി. അവിടെ നിന്നൊക്കെ അവരെനിക്ക് തിരിച്ചു തന്ന ഒരു ഉറപ്പും ഒരു വിശ്വാസവുമാണ് ഞാനിവിടെ അഭിമാനത്തോടുകൂടി ഇരിക്കുന്നത്. എന്നാൽ തന്നെയും എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിൻ്റെ തുടങ്ങുന്നത് ഒരു 16-ാം തീയതി, ജൂൺ 16-ാം തീയതി സജിന നൂർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എനിക്കെതിരെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചാനലിൽ തംബ്നെയിലോട് കൂടി, ഓക്കെ കറക്റ്റാണോ?